സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തെ നമ്മുടെ ചിന്തയ്ക്കായി 2 രാജാക്കന്മാർ 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പ്രവാചക ശിഷ്യന്മാർ എലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു. ഒരു ഇടുക്കത്തിൻ്റെ അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും കർത്താവിനോട് ചെയ്യുന്നൊരു പ്രാർത്ഥനയാണ് ഞാൻ ഈ വാക്യത്തിൽ കാണുന്നത്. പ്രാർത്ഥന നമ്മുടെ ദൈവത്തോട് നമ്മുടെ അവസ്ഥകളെ ബോധിപ്പിക്കുന്ന ഒരു മാർഗമാണ് പ്രാർത്ഥന. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തിൻ്റെ മകൻ, അവൻ LKG പഠിക്കുന്ന കുട്ടിയാണ്. അവൻ്റെ സൺഡേ സ്കൂൾ മാഷോട് ചോദിച്ചു, മാഷേ, ദൈവത്തിന് എല്ലാം അറിയില്ലേ, പിന്നെ എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കണേ? അവൻ്റെ കൊച്ചു മനസ്സിൽ തോന്നിയ ഒരു ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ദൈവത്തിന് എല്ലാം അറിയാമല്ലോ, പിന്നെ നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കണം എന്നുള്ളത്. ദൈവത്തിന് എല്ലാം അറിയാം, പക്ഷേ നാം ദൈവത്തോട് എങ്ങനെ സമീപിക്കുന്നു, ദൈവത്തിൽ എങ്ങനെ ആശ്രയിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഒരു കാഴ്ചയാണ് പ്രാർത്ഥന എന്നുള്ളത്. പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയുടെ അതിൻ്റെ ആ ആഴം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത ദൈവത്തിന് അറിയാം. ദൈവം മനസ്സിലാക്കും നമുക്ക് ദൈവത്തോടുള്ള ആത്മാർത്ഥത, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തിനോടുള്ള കടപ്പാട് എങ്ങനെയുണ്ട് എന്നുള്ളത് പ്രാർത്ഥന ദൈവത്തിന് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു പ്രാർത്ഥനയാണ്, അത്തരത്തിലുള്ളൊരു പ്രാർത്ഥനയാണ് ഇവിടെ പ്രവാചക ശിഷ്യന്മാർ എലീശയോട് പറയുന്നത്. ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു. ഏതൊരു സാഹചര്യത്തിലും നമ്മെ സഹായിക്കുവാൻ ദൈവം ശക്തനാണ്. നമ്മളായിരിക്കുന്ന ഏത് മേഖലകളിലും ഏത് രംഗങ്ങളിലും, നമ്മുടെ വിദ്യാഭ്യാസമാകട്ടെ, നമ്മുടെ സാമ്പത്തിക മാർഗമാകട്ടെ, നമ്മുടെ ജോലിയുടെ മാർഗമാകട്ടെ, മറ്റേത് വിഷയത്തിലാണെങ്കിലും ദൈവത്തോട് പറയുവാനുള്ള, ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാനുള്ള ഒരു മാനസിക അവസ്ഥ നമുക്കുണ്ടെങ്കിൽ ആ പ്രതിസന്ധിയുടെ നടുവിൽ, ആ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ നമ്മെ സഹായിക്കുവാൻ ദൈവം ഇറങ്ങി വരുമെന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ പല രംഗങ്ങളിലായി അനുഭവിച്ചിട്ടുള്ളവരാണ്. സ്തോത്രം. തുടർന്ന് പ്രവാചക ശിഷ്യന്മാർ അതിന് അവർ തന്നെ ഒരു പോംവഴി കണ്ടെത്തിയിരിക്കുകയാണ്. തുടർന്നുള്ള വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതെ, അവർ നേരിടുന്ന ആ പ്രതിസന്ധിക്ക് ഇങ്ങനെയായാൽ മതി, ഇങ്ങനെ ഈ തരത്തിലാണെങ്കിൽ ഒരു പോംവഴി ഉണ്ടാകും എന്നുള്ളത് അവർ കണ്ടെത്തിയിരിക്കുകയാണ്. അവരുടെ അധ്വാനം അതിനു വേണ്ടി ചെലവാക്കുവാൻ, അവരുടെ ശാരീരിക അധ്വാനം അതിനു വേണ്ടി ചെലവാക്കാൻ അവർ തയ്യാറാണ്. എങ്ങനെയെങ്കിലും ഈ ഇടുക്കത്തിൻ്റെ അവസ്ഥ മാറി കിട്ടണം. നാം ഓരോരുത്തരും പോയി യോർദാൻ കോളം ചെന്ന് ഓരോ മരം, ഓരോരുത്തൻ, നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തൊരു കാര്യമാണ് ഒരാൾ ഒരു മരം വെട്ടിയിട്ട് ഒറ്റയ്ക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഞാനതിൽ മനസ്സിലാക്കുന്നത് അത്രത്തോളം അധ്വാനിപ്പാൻ അവരെ അതിന് തയ്യാറാണ് എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഈ ഇടുക്കത്തിൻ്റെ അവസ്ഥ ഒന്ന് മാറി കിട്ടണം. നമ്മുടെ സഭയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ഇടുക്കത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. സ്ഥലത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഓരോരുത്തരും ഓരോ മരം വെട്ടുവാൻ തയ്യാറാവണം. മരം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ സഭയിലേക്ക് ഓരോരുത്തരെ കൂട്ടിവരുത്തുവാൻ, നമ്മുടെ സഭയുടെ ഉന്നതിക്ക് വേണ്ടി അധ്വാനിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. മരം വെട്ടുക എന്നുള്ള വാക്കാലുള്ള പ്രവൃത്തിയല്ല ഉദ്ദേശിച്ചത്. സഭയുടെ വ്യാപ്തിക്ക് വേണ്ടി, നമ്മുടെ പ്രവർത്തനങ്ങളുടെ വ്യാപ്തിക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. പ്രവാചക ശിഷ്യന്മാർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ യോർദാനോളം ചെന്ന് നമ്മൾ ഈ മരം വെട്ടുവാൻ നമ്മൾ എന്ത് ചെയ്യണം, എവിടെ പോകണം, നമ്മൾ നാട്ടിലാണോ അല്ലെങ്കിൽ കുറച്ച് വിദേശത്താണോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്താണോ എന്നുള്ളതല്ല. നമ്മൾ അതിന് തയ്യാറാണ്. യോർദാനോളം ചെന്ന് ഓരോരുത്തരും ഓരോ മരം വെട്ടി കൊണ്ടുവരുവാൻ ആ മാനസികാവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും തയ്യാറാവണം. നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ അധ്വാനിക്കുവാൻ,
തയ്യാറാകണം. നമ്മുടെ അധ്വാനത്തെ അതിൻ്റെ റിസൾട്ട് ലഭിക്കുവാൻ തക്കവണ്ണം പ്രാപ്തരാക്കുന്നത് നമ്മുടെ ദൈവമാണ്. ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനയാണ് അത് നമ്മളെ പ്രാപ്തരാക്കുന്നത്. തുടർന്ന് എൻ്റെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമുക്ക് വായിക്കാം. മരം ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവരട്ടെ എന്ന് കൊണ്ടുവന്ന് ഞങ്ങൾ പറക്കേണ്ടതിൻ്റെ സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പോകുവിൻ എന്ന് അവൻ പറഞ്ഞു. തുടർന്നുള്ള വാക്യം വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. അവരിൽ ഒരുത്തൻ ദയചെയ്ത് അടിയങ്ങളോടുകൂടെ പോരണമേ എന്നപേക്ഷിച്ചു. നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, കർത്താവേ അങ്ങ് അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ, അടിയങ്ങളോട് കൂടെ കടന്നു വരണമേ എന്നുള്ള ആ പ്രാർത്ഥന. പലപ്പോഴും എനിക്ക് എന്നെ കൊണ്ട് കഴിയും, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാലും നടക്കും, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ പ്രാപ്തി കൊണ്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ള ചിന്താഗതി നമുക്കുണ്ടാകാറുണ്ട്. ആ ഒരു ചിന്താഗതി പലപ്പോഴും നമ്മൾ ചെയ്യുന്ന അധ്വാനത്തെ, പ്രയത്നത്തെ പലപ്പോഴും അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടാത്ത രീതിയിൽ കൊണ്ടെത്തിക്കാറാണ് പതിവ്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഈ വേദഭാഗത്തിൽ പറഞ്ഞ പോലെ അടിയങ്ങളോട് പോരയണമേ എന്നുള്ള പ്രാർത്ഥന, കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല, നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും തടസ്സപ്പെടുകയില്ല. നമുക്ക് കാനായിലെ കല്യാണത്തിൻ്റെ ആ ഭാഗം നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ കഴിയും. യോഹന്നാൻ 2 അവിടെ യേശുവിനെയും ശിഷ്യന്മാരെയും ആ കല്യാണത്തിന് ക്ഷണിച്ചത് കൊണ്ടാണ് ആ കല്യാണത്തിലത്തെ അവിടുത്തെ ആ വിരുന്ന് മാന്യമായി നടത്തുവാൻ ആ വിരുന്ന് വഴിക്ക് സാധിച്ചത്. യേശുവിൻ്റെ സാന്നിധ്യം ഇല്ലായിരുന്നുവെങ്കിൽ അവിടുത്തെ രംഗം തീരെ മറിച്ചാകുമായിരുന്നു. ഒരു വിരുന്നുകാരെ അല്ലെങ്കിൽ അതിഥികളെ ക്ഷണിച്ച് അവർക്ക് കൊടുക്കുവാൻ ഭക്ഷണം തികയാതെ വരിക എന്നുള്ളത് ഒരു വിരുന്നുവാഴിയെ സംബന്ധിച്ച് വളരെ വളരെ ദുഃഖമായൊരു കാര്യമാണ്. ക്ഷണിച്ച് വരുത്തിയിട്ട് ഭക്ഷണം തീർന്നു പോയി എന്നുള്ള ഒരവസ്ഥ വരുന്നത്. ആ അവസ്ഥ ആ വിരുന്നുവാഴി അറിയാതെ തന്നെയാണ് യേശു അവിടെ ആ രംഗം പൂർത്തീകരിച്ചത്. വിരുന്നുവാഴി അറിഞ്ഞില്ല എന്നാണ് നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ അറിയുന്നത്. പല കാര്യങ്ങളും നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവിനെയാണ് നമ്മളവിടെ കാണുന്നത്. നമ്മൾ പ്രാർത്ഥിക്കും, നമ്മുടെ ചില ആവശ്യങ്ങൾ മാത്രം നമ്മളെ കാഴ്ചയിൽ കാണുന്ന ചില കർത്താവെ അങ്ങനെ ആകരുത്, ഇങ്ങനെ ആകരുത് എന്നുള്ള പ്രാർത്ഥന. നമ്മൾ പലപ്പോഴും അറിയാത്ത പല വേറെ ചില കാരണങ്ങൾ നമുക്ക് സംഭവിച്ചിരിക്കാം. അതുപോലും കണ്ടറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെ നമ്മളവിടെ ആ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ശിഷ്യന്മാർ പ്രവാചകനെ കൂട്ടി കൊണ്ടുപോയത് കൊണ്ട് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ വായിക്കാൻ കഴിയും. അവർ യോർദാങ്കലെത്തി മരം മുറിച്ചു. എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. ചെയ്യുന്ന അധ്വാനം നിഷ്ഫലമായി പോകുന്ന ഒരവസ്ഥ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ശിഷ്യന്മാർ പറഞ്ഞ പോലെ, നാഥാ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല. രാത്രിയിൽ അധ്വാനം മുഴുവൻ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ശിഷ്യന്മാരുടെ രംഗമാണ് നമ്മളവിടെ കാണുന്നത്. കഴിഞ്ഞ മാസം എൻ്റെ ഷോപ്പിലും അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി. പുലർച്ചെ ഏകദേശം 4 മണി വരെ ഞങ്ങൾ എല്ലാവരും അധ്വാനിച്ച് ചെയ്തൊരു വർക്ക് കൊണ്ടുപോകുവാൻ കസ്റ്റമറെ വിളിച്ചപ്പോൾ അത്ര നേരമായില്ല, ഞങ്ങൾ രാവിലെ വന്ന് എടുത്തോളാം, ഈ പുലർച്ചെ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. സാധാരണ ഞങ്ങൾ വയ്ക്കുന്ന ഒരു സ്പോട്ടുണ്ട്, അവിടെ വെച്ച് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് 3 വർക്കുണ്ട്, 3 പേരുടെയും പേര് എഴുതി വെച്ചു. അവിടെ വെക്കുന്നൊരു സേഫായ സ്ഥലമുണ്ട്. സേഫ് എന്ന് നമുക്ക് തോന്നുന്നൊരു സ്ഥലം, കാരണം അവിടേക്ക് ക്യാമറയുടെ ഒരു പോയിന്റ് ഉണ്ട്. അവിടെ വെച്ചു. ഞങ്ങൾ അവിടെ നിന്ന് കടപൂട്ടി വരുമ്പോൾ പുലർച്ചെ ഏകദേശം 5 മണിയൊക്കെ ആയി കാണും, 5-5:30 ആയി കാണും. 7:55 ആകുമ്പോഴേക്കും ഒരാൾ അതുവഴി വന്നു. അവിടെ കിടക്കുന്ന കുപ്പിപ്പാട്ടയൊക്കെ പറക്കി ചാക്കിലാക്കി. സാധാരണ അവിടെ വരുന്ന ആൾക്കാർ തന്നെയാണ്. ഞങ്ങൾ ഇന്നലെ ടൂൾസ് മറന്ന് പുറത്തിട്ട് പോയി അതും ഒരിടത്ത് കൊണ്ടുപോകാറുണ്ട്. അത് നമ്മുടെ ഒരു അപാകതയാണ്. ഇത് പൊതിഞ്ഞ് പേരെഴുതി വെച്ച് പാക്ക് ചെയ്ത് വെച്ച സാധനം പുള്ളി വന്ന് നോക്കുമ്പോൾ 2-3 പൊതി ഇരിക്കുന്നു. പൊതി അഴിച്ചു. പുള്ളി തുറന്ന് നോക്കിയപ്പോൾ പുള്ളിക്ക് അത് ആക്രി കടയിൽ കൊടുത്താൽ
വില കിട്ടാവുന്നൊരു സാധനമാണ്. പുള്ളി അത് ഒടിച്ചു മടക്കി പുള്ളിയുടെ ചാക്കിലാക്കി കൊണ്ടുപോയി. രാഹത്തിന് മുഴുവൻ ഇരുന്ന് അധ്വാനിച്ച സാധനം പുള്ളി എടുത്ത് കൊണ്ടുപോയി. അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്, എനിക്കും ഉണ്ടാകാറുണ്ട്. ഞാൻ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അദ്ദേഹം മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. നമുക്ക് പലതും പല 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 അഭിപ്രായങ്ങളുണ്ടാവും ആ വിഷയത്തിൽ. അദ്ദേഹം എന്തിനാ ഈ വെള്ളത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന മരം വെട്ടാൻ പോയത്? മരം അങ്ങനെ വെട്ടിയത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഇപ്പുറത്തുനിന്ന് വെട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ കോടാലി അതിൻ്റെ 90 ഡിഗ്രി തിരിഞ്ഞ് 45 ഡിഗ്രി മാറി. അങ്ങനെ നമുക്ക് പല കണക്കൂട്ടലുകളാണ് നമുക്ക്. അങ്ങനെ കരയിൽ വീണായിരുന്നു, അങ്ങനെ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, വെറുതെ പ്രവാചകന് വേണ്ട ബുദ്ധിമുട്ടിക്കേണ്ടിയിരുന്നില്ല, എന്നാൽ പല ബുദ്ധിമുട്ടുകളാണ്. പക്ഷേ നമ്മുടെ ഓരോ സാഹചര്യങ്ങളും എന്ത് സംഭവിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ നമ്മുടെ കൂടെ യേശു ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ യേശു പ്രാപ്തനാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇരുമ്പ് വെള്ളത്തിൽ പൊങ്ങി വന്നു എന്നാണ്. ആ വാക്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇരുമ്പ് പൊങ്ങി വന്നു എന്നുള്ളത് ആ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വ്യാപ്തിയെ മനസ്സിലാക്കുന്നതാണ്. ഇരുമ്പ് വെള്ളത്തിൽ പൊങ്ങി വന്നു എന്നുള്ളത്. ഇരുമ്പ് വെള്ളത്തിൽ പൊങ്ങി വരുമാറാക്കുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഉണ്ടാകുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറായിരിക്കണം. ദൈവത്തിൻ്റെ നമ്മുടെ ഓരോ നീക്കങ്ങളിലും, ഓരോ പ്രവൃത്തിയിലും, ഓരോ ദിവസങ്ങളിലും, ഓരോ ചിന്തകളിലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ള പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ എന്ന് ഈ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.